ന്യൂയോർക്കിലെ ക്വീൻസിൽ താമസിച്ചിരുന്ന 52 വയസ്സുകാരനായിട്ടുള്ള ഒരു ടിബറ്റൻ പ്രക്ഷോഭകനും ഊബർ ഡ്രൈവറുമായിരുന്ന ലോക്ബ റാങ്സൺ എന്ന് പറയുന്ന മനുഷ്യൻ 2026 ജൂലൈ 2-ന് അമേരിക്കയിൽ വെച്ച്, അതും ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനത്തിന്റെ മുന്നിൽ വെച്ച് സ്വയം ആത്മഹൂതി നടത്തി. തീ കൊളുത്തിയാണ് അദ്ദേഹം തന്റെ ജീവൻ ബലി കൊടുത്തത്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹം ഇത് ചെയ്തത്? ശരിക്കും ചൈന എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഈ അടുത്തിടെ, അതായത് 2026 ജൂലൈയിൽ ഒരു പുതിയ വംശീയ ഐക്യ നിയമം കൊണ്ടുവന്നു. എത്നിക് യൂണിറ്റി ലോ എന്നാണ് അതിനെ അവർ വിളിക്കുന്നത്. ഈ ഒരു നിയമം കൊണ്ടുവന്നതിന് തൊട്ട് പിന്നാലെയാണ് വലിയ പ്രതിഷേധം ലോകമൊട്ടാകെയുള്ള ടിബറ്റൻസിന്റെ ഇടയിൽ ഉണ്ടാവുന്നത്. ടിബറ്റൻ സംസ്കാരം, ഭാഷ, ദേശീയ വ്യക്തിത്വം എന്നിവ ഇല്ലാതാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു പുതിയ നിയമമാണ് ചൈന കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ ഇത് ടിബറ്റൻ വംശജർക്കിടയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കിടയാക്കി. അങ്ങനെയാണ് ടിബറ്റൻ പതാകയുമായിട്ട് ഈ മനുഷ്യൻ UN ആസ്ഥാനത്തിന്റെ മുന്നിൽ വന്ന് സ്വയം ആത്മഹൂതി നടത്തുന്നത്. 2009 മുതൽ ടിബറ്റിലും നേപ്പാളിലും ഇന്ത്യയിലുമായിട്ട് 170-ലധികം ടിബറ്റുകാരാണ് സ്വയം ആത്മഹൂതി നടത്തിയത് ടിബറ്റിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട്. US മണ്ണിൽ ആത്മഹൂതി നടത്തുന്ന ആദ്യത്തെ ടിബറ്റൻ പ്രക്ഷോഭകനാണ് റാങ്സൺ. അത് അന്താരാഷ്ട്ര ശ്രദ്ധ വീണ്ടും ടിബറ്റിന്റെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുന്നതിലേക്ക് നയിച്ചിരിക്കുകയാണ്. ഇന്ത്യയിൽ, വിശേഷിച്ച് സിക്കിം അടക്കമുള്ള നമ്മുടെ സംസ്ഥാനങ്ങളിൽ ടിബറ്റിന് പിന്തുണയുമായിട്ട് വളരെ വലിയൊരു സപ്പോർട്ട് ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കുകയാണ്. ഫ്രീ ടിബറ്റ് മുദ്രാവാക്യങ്ങൾ ഉയരുകയാണ് നേപ്പാളിലും ഇന്ത്യയിലുമൊക്കെ ആയിട്ട്. ആത്മഹൂതി നടത്തിയ മനുഷ്യൻ മരണത്തിന് മുൻപ് 6 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു സന്ദേശം പങ്കുവച്ചിട്ടുണ്ട്. ഞാനിത് ചെയ്യുന്നത് ടിബറ്റൻ രാഷ്ട്രത്തിന് വേണ്ടിയിട്ടാണ്, എനിക്കായി വിലാപത്തിന്റെ ആവശ്യമില്ല എന്നാണ് അദ്ദേഹം അതിനകത്ത് പറഞ്ഞത്. പ്രവാസി ടിബറ്റുകാരോട് സംഘടിതമായി പോരാടാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. സോ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ടിബറ്റ് ഒരു പ്രധാന ചർച്ചാ വിഷയമായിട്ട് മാറുകയാണ്. ടിബറ്റിന് സ്വാതന്ത്ര്യം വേണ്ടേ? ദലൈ ലാമയുടെ പിൻഗാമിയെ ചൊല്ലി ഓൾറെഡി ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ ചില പ്രശ്നങ്ങൾ നിൽക്കുന്നുണ്ട്. ദലൈ ലാമയുടെ പിൻഗാമി ഇന്ത്യയുടെ ഏതെങ്കിലും പ്രദേശത്താണ് ജനിക്കുന്നത് എന്നുണ്ടെങ്കിൽ ചൈന അതിനെ അംഗീകരിക്കാൻ തയ്യാറാവുകയില്ല. എന്നാൽ ലോകത്തൊട്ടാകെയുള്ള ടിബറ്റൻ ബുദ്ധമത വിശ്വാസികൾ അത് അംഗീകരിക്കുകയും ചെയ്യും. കാരണം ദലൈ ലാമ എന്ന് പറയുന്നത് അവരുടെ അവസാന വാക്കാണ്, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആചാര്യനാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ പുനർജന്മം ഇന്ത്യയിൽ സംഭവിക്കാനാണ് നിലവിൽ സാധ്യത. അതുകൊണ്ട് തന്നെ ചൈനയും ഇന്ത്യയും തമ്മിൽ ചില പ്രശ്നങ്ങൾ ഓൾറെഡി നിൽക്കുകയാണ്. സോ ഈ ടിബറ്റിന്റെ കാര്യം നമ്മൾ എടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരു അതിർത്തി പോലും ഇല്ല എന്നുള്ളതായിരുന്നു വസ്തുത. നമുക്ക് യഥാർത്ഥത്തിൽ ഈസ്റ്റ് തുർക്കിസ്ഥാനുമായിട്ടും ടിബറ്റുമായിട്ടും ഒക്കെ ആയിരുന്നു നമുക്ക് അതിർത്തി ഉണ്ടായത്. പക്ഷേ ചൈന പിന്നീട് ഈസ്റ്റ് തുർക്കിസ്ഥാനെ അവരുടെ ഭാഗമാക്കുന്നു, ഷീൻജിയാങ് എന്നോ അങ്ങനെ എങ്ങാണ്ട് അതിന് പേര് കൊടുത്തു. അതുപോലെ ടിബറ്റിനെ അവർ പിടിച്ചെടുക്കുന്നു. അങ്ങനെയാണ് നമുക്ക് ചൈനയുമായിട്ട് അതിർത്തി വരുന്നത്. ടിബറ്റ് ചൈന പിടിച്ചെടുത്തില്ലായിരുന്നുവെങ്കിൽ നേപ്പാളിന് ചൈനയുമായിട്ട് അതിർത്തിയില്ല, ഭൂട്ടാന് ചൈനയുമായിട്ട് അതിർത്തിയില്ല, നമ്മുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് അരുണാചൽ പ്രദേശിന് ചൈനയുമായിട്ട് അതിർത്തിയില്ല. അപ്പോൾ ശരിക്കും ഈ ടിബറ്റ് ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിലെ ഒരു നാച്ചുറൽ ബഫർ സോണായിട്ടാണ് നിന്നിരുന്നത്. ഇന്ത്യയിൽ നിന്ന് ഇന്ത്യൻ കൾച്ചർ ടിബറ്റിലേക്ക് എത്തുന്നു. ബുദ്ധ സന്യാസിമാര്, ജൈന സന്യാസിമാര്, ഹിന്ദു സന്യാസിമാരൊക്കെ ഈ ടിബറ്റിലേക്ക് പോകുന്നു. അതിൽ തന്നെ ബുദ്ധ ഭിക്ഷുക്കളായിരുന്നു കൂടുതൽ പോകുന്നത്. അത് ഒരു അറിവ് സംരക്ഷിക്കുന്ന ഒരു ഇടമായിട്ട് മാറുന്നു. ധാരാളം ബുദ്ധ വിഹാരങ്ങൾ അവിടെ ഉണ്ടാവുന്നു. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കൾച്ചർ തന്നെ അവിടെ ആ ഒരു ഹിമാലയൻ റീജിയണിൽ ഉണ്ടാവുകയാണ്. ശരിക്കും പിന്നീട് ടിബറ്റ് ഇന്ത്യൻ സംസ്കാരത്തെ പ്രിസർവ് ചെയ്യുന്ന, പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഇടമായിട്ട് മാറുന്നു. ടിബറ്റിലൂടെ ഇന്ത്യൻ കൾച്ചറിന്റെ സ്വാധീനം ചൈനയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് എത്തുന്നു. ഓൾറെഡി മംഗോളിയ അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് എത്തുന്നു. ബുദ്ധിസം ചൈനയിലും മംഗോളിയയിലും സെൻട്രൽ ഏഷ്യയിലും ഒക്കെ ആയിട്ട് വളരെ ശക്തമായിട്ട് വ്യാപിക്കുന്നു. സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലേക്ക് ഇന്ത്യ വഴി അതെത്തുന്നു. ലോകമൊട്ടാകെ ഇന്ത്യൻ കൾച്ചറിന്റെ സ്വാധീനം വളരെ ശക്തമായിരുന്നു ഒരു കാലത്ത്, വിശേഷിച്ച് ബുദ്ധിസം വഴി. സോ പിന്നീട് ചൈന എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, കമ്മ്യൂണിസ്റ്റ് ചൈനയായിട്ട് മാറിയതിനു ശേഷം അവർ ടിബറ്റിനെ പിടിച്ചെടുത്തു. ടിബറ്റിനെ അനധികൃതമായി പിടിച്ചെടുത്ത സമയത്ത് ഇന്ത്യ മിണ്ടാതിരുന്നത് വലിയ തെറ്റാണ്, ഒരു സംശയം അതിനകത്തില്ല. എന്തായാലും ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അവർ പിടിച്ചെടുത്ത സമയത്ത് ലോകം മുഴുവൻ വെറും നോക്കുകുത്തിയായിട്ട് നിന്നു. ടിബറ്റ് ചൈനയുടെ കയ്യിലേക്ക് വന്നതോടെയാണ് ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ബോർഡർ വരുന്ന ഒരു സിറ്റുവേഷൻ വരുന്നത്. അതിനുശേഷമാണ് ചൈന നമ്മുടെ ലഡാക്കിന്റെ കുറച്ച് ഭാഗങ്ങൾ പിടിച്ചെടുക്കുന്നത്, അക്സായി ചിഹ്നം എന്ന് പേരിട്ട്. അതുപോലെ തന്നെ നമ്മുടെ അരുണാചൽ പ്രദേശിന് മേൽ ക്ലെയിം ഉന്നയിക്കുന്നത്. അപ്പൊ ചൈനയുടെ ഈ അധിനിവേശ മനോഭാവം ഇല്ലാതാവണം എന്നുണ്ടെങ്കിൽ ടിബറ്റ് വീണ്ടും സ്വാതന്ത്ര്യം നേടണം. ടിബറ്റിലെ ജനങ്ങൾക്ക് അവർ പണ്ട് കാലത്ത് ജീവിച്ചിരുന്ന സ്വാതന്ത്ര്യത്തോടെ അവരുടെ ബുദ്ധിസം, അവരുടെ കൾച്ചർ, അവരുടെ സംസ്കാരത്തിനനുസരിച്ച് ജീവിക്കാൻ അവർക്ക് സാധിക്കണം. ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ ശാശ്വതമായ സമാധാനം ഉണ്ടാകുവാനും സൗത്ത് ഏഷ്യയുടെയും ഏഷ്യയുടെയും സ്ഥിരതയുള്ള ഭാവിക്കും വേണ്ടിയിട്ട് ഏറ്റവും നല്ല കാര്യമാണ് ടിബറ്റിന്റെ സ്വാതന്ത്ര്യം.
അപ്പൊ ടിബറ്റിന് സ്വാതന്ത്ര്യം സംഭവിക്കാൻ പോകുമ്പോൾ മറ്റൊരു അപകടകരമായ കാര്യം കൂടിയുണ്ട്. ആ വിടവിലേക്ക് ഇപ്പൊ ടിബറ്റ് നാളെ സ്വതന്ത്രമാവുകയാണെങ്കിൽ ആ വിടവിലേക്ക് അമേരിക്ക കടന്നു കയറാൻ പാടില്ല എന്ന ഒരു വസ്തുതയും കൂടെ നമ്മുടെ മുമ്പിലുണ്ട്. ഇതിനെ നമുക്ക് മാതൃകയാക്കാൻ കഴിയുന്ന ഒരു മോഡലാണ് നമ്മുടെ ഭൂട്ടാൻ. ഭൂട്ടാൻ സത്യത്തിൽ അവരുടെ സംസ്കാരം, അവരുടെ ബുദ്ധിസം, അവരുടെ കൾച്ചറൊക്കെ അവർ പ്രൊട്ടക്ട് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ മറ്റ് ലോക രാജ്യങ്ങളുമായിട്ട് ഒരുപാട് ബന്ധമൊന്നും പുലർത്താതെ പ്രധാനമായി ഇന്ത്യയുമായിട്ട് ഒരു നല്ല റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട്, പക്ഷെ ഭൂട്ടാൻ ചൈനയെ അകറ്റി നിർത്തിക്കൂടെ കൊണ്ടാണ് നിലനിൽക്കുന്നത്. പൂർണ്ണമായിട്ടും ലോകത്ത് നിന്ന് മാറി വളരെ സമാധാനപൂർണ്ണമായിട്ട് ഭൂട്ടാനിലെ ജനങ്ങൾ ജീവിക്കുകയാണ്. സോ ഭൂട്ടാൻ ഒരു ബെസ്റ്റ് മാതൃകയാണ്. കാരണം അമേരിക്കയൊക്കെ അതിനകത്തോട്ട് കയറ്റി കഴിഞ്ഞാൽ ഭൂട്ടാൻ ഒരിക്കലും നിലനിൽക്കാൻ പറ്റില്ല. അമേരിക്കയുടെയൊക്കെ താല്പര്യങ്ങൾ വളരെ വിചിത്രമാണ്, നമുക്ക് ഒട്ടും സമാധാനം നൽകുന്നതല്ല. ഈ കുളം കലക്കുന്ന പരിപാടിയാണ് അവർ ചെയ്യുന്നത്. എവിടെ പോയാലും പ്രശ്നം ഉണ്ടാക്കും. ഭൂട്ടാനിൽ വന്നു കഴിഞ്ഞാൽ ഭൂട്ടാൻ ഉപയോഗിച്ചുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് ചൈനയ്ക്കെതിരെ വല്ലതും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കും. അതാണ് അമേരിക്കയുടെ ഒരു രീതി. അപ്പൊ അമേരിക്കയെ അടുപ്പിക്കാതെ, ലോകത്തെ മറ്റ് രാജ്യങ്ങളൊന്നും കാര്യമായിട്ട് അടുപ്പിക്കാതെ വളരെ കുറച്ച് രാജ്യങ്ങളുമായിട്ട് മാത്രം മിനിമം റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് ഭൂട്ടാൻ നിലനിൽക്കുന്നത്. ലോകത്തെ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള മനുഷ്യരുള്ള നാട് കൂടിയാണ് ഭൂട്ടാൻ. കാരണം ഈ വക ടീമുകളെ, വിശേഷിച്ച് അമേരിക്ക, ചൈന, അങ്ങനെയുള്ള സകല ടീമുകളെ അകറ്റി നിർത്തിയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അവർക്ക് സമാധാനമുണ്ട്. അപ്പം നമ്മുടെ അതേ മാതൃകയിൽ ഈ ടിബറ്റിലെ ജനങ്ങൾക്കും അവർക്ക് സമാധാനപൂർണ്ണമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് പ്രധാനം. ഇന്നിപ്പോൾ അമേരിക്ക ടിബറ്റിന്റെ സ്വാതന്ത്ര്യത്തിന് സപ്പോർട്ട് ചെയ്യുന്ന എന്തിനാണ്? ചൈന അവിടെ നിന്ന് ഓടിച്ചിട്ട് അമേരിക്കയ്ക്ക് അവിടേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ടിബറ്റിന്റെ ജനങ്ങളോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. അമേരിക്കൻ താല്പര്യങ്ങൾ ടിബറ്റിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ടിബറ്റിൽ ആധിപത്യം ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയെയും ചൈനയും നേരിടാം എന്നുള്ള ഒരു കാഴ്ചപ്പാടൊക്കെ അമേരിക്കയ്ക്കുണ്ട്. അപ്പോൾ ടിബറ്റിന് സ്വാതന്ത്ര്യം ഭാവിയിൽ കിട്ടുകയാണെങ്കിൽ അത് ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ ഒരു ബഫർ സോണായിട്ട് ആ രാജ്യം നിൽക്കുന്നതിനോടൊപ്പം തന്നെ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്ത് ഒരിക്കലും ആ പരിസരത്ത് അടുപ്പിക്കാനും പാടില്ല. അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ടിബറ്റിന്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്, അതായത് ചെകുത്താന്റെ കയ്യിൽ നിന്ന് നേരെ നടുകടലിൽ പോയി വീഴുന്നതാവരുത്. ഇപ്പോ ചൈനയുടെ നിയന്ത്രണത്തിലാണ് ടിബറ്റ്. അത് അവിടെ നിന്ന് സ്വാതന്ത്ര്യം നേടിയിട്ട് അമേരിക്കയുടെ കൈകളിലേക്കാണ് ടിബറ്റ് ചെന്ന് വീഴുന്നതെങ്കിൽ ചെകുത്താനിൽ നിന്ന് കടലിലോട്ട് പോയി വീണ അവസ്ഥയായിരിക്കും. പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാവില്ല. അമേരിക്ക ഇന്ത്യക്കും കൂടെ തലവേദനയാവും. ഇപ്പൊ ചൈന എങ്ങനെ തലവേദനയാവുന്നോ ഭാവിയിൽ അമേരിക്ക നമുക്ക് തലവേദനയായിട്ട് മാറുന്നതിൽ തർക്കമൊന്നും വേണ്ട. അമേരിക്കയുടെ ഇപ്പോഴത്തെ ഒരു പോളിസി വിശകലനം ചെയ്യുമ്പോൾ നമ്മുടെ അടുത്ത് കിടക്കുന്ന ശത്രുവാണ് ചൈനയെങ്കിൽ പൊട്ടൻഷ്യൽ ശത്രുവാണ് അമേരിക്ക എന്ന് പറയേണ്ടി വരും. അതൊക്കെയാണ് അവരുടെ പോളിസികൾ. അപ്പൊ അതുകൊണ്ട് ശരിക്കും ടിബറ്റിന് സ്വാതന്ത്ര്യം വേണ്ടത് ഈ പറയുന്ന അമേരിക്കയുടെയും ചൈനയുടെയും കൈകളിൽ നിന്നാണ്. ഇപ്പോൾ ചൈനയുടെ നിയന്ത്രണത്തിലാണ് ടിബറ്റെങ്കിലും ഒരിക്കലും അമേരിക്കയ്ക്ക് അവിടെ ഒരു ഇടം കൊടുക്കാൻ പാടില്ല. ഭൂട്ടാൻ നിൽക്കുന്നത് പോലെ തികച്ചും അവരുടെ രാജ്യത്തെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ഭാവിയാണ് എപ്പോഴും ടിബറ്റിന് നല്ലത്. ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ ഒരു സാംസ്കാരികമായ അതിരായിട്ട്, ഒരു ബഫർ സോണായിട്ട് ടിബറ്റ് നിൽക്കുകയാണെങ്കിൽ അത് ഏഷ്യയ്ക്ക് മൊത്തത്തിൽ ഗുണം ചെയ്യും. പക്ഷെ ഇതൊന്നും അത്ര എളുപ്പമല്ല. എന്നാൽ ടിബറ്റൻ കാർഡ് പതിയെ ആരൊക്കെയോ നീക്കി തുടങ്ങിയിട്ടുണ്ട്. അതിൽ നമ്മുടെ ഇന്ത്യയും ചെറിയ തോതിൽ ഇടപെടുന്നുണ്ട് എന്ന് നമുക്ക് തോന്നുന്നു. ടിബറ്റിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി, ടിബറ്റിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ത്യ കാർഡ് മൂവ് ചെയ്ത് തുടങ്ങുകയാണ്. ഇന്ത്യ ശക്തമായിട്ട് അത് മൂവ് ചെയ്ത് തുടങ്ങിയാൽ ചൈന ഒരുപാട് പാടുപെടേണ്ടി വരും. കാരണം ഇന്ത്യക്കെതിരെ ചൈന കുറേ കളികൾ കളിക്കുന്നുണ്ട്. അത് ചൈനയ്ക്ക് തന്നെ ചിലപ്പോൾ നാളെ ദോഷം ചെയ്യാനുള്ള സാധ്യതയാണ് കാണുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.